നമസ്കാരം, ഞാൻ മായയാണേ. വെൽക്കം ടു ടേസ്റ്റ് ഓഫ് തേക്കടി. ഞാനൊരു തേക്കടിക്കാരി. ഈ ചെറുപഴമൊക്കെ തൊലിയെല്ലാം കറുത്ത് കഴിഞ്ഞാൽ പിന്നെ ആരും കഴിക്കുകയില്ല, കുട്ടികളൊട്ടും കഴിക്കില്ല. അപ്പോൾ അങ്ങനെയുള്ള തൊലിയൊക്കെ കറുത്ത ചെറുപഴം കൊണ്ട് നമുക്കൊരു അടിപൊളി ഷെയ്ക്ക് അടിച്ചാലോ? ഷെയ്ക്കെന്നോ ജ്യൂസെന്നൊക്കെ പറയാം. അതിനായിട്ട് നമുക്ക് വേണ്ടത് ചെറുപഴവും കുറച്ച് പാലും മാത്രമാണ്. അപ്പോൾ പാലിലേക്ക് 1 സ്പൂൺ കസ്റ്റാർഡ് പൗഡറും കൂടി ഇട്ടിട്ടാണ് ഞാൻ കാച്ചിയത്. ഇനി അത് ഇല്ലെങ്കിൽ അതിൻ്റെ ആവശ്യമൊന്നുമില്ല, അത് കയ്യിലുണ്ടായിരുന്നതുകൊണ്ട് മാത്രം ഞാൻ ചേർത്തതാണ്. ഒരു ചെറിയ കളറൊക്കെ കിട്ടുമല്ലോ എന്ന് ഓർത്തിട്ട്. ഇനി അതില്ലെന്ന് ഓർത്ത് വിഷമിക്കൊന്നും വേണ്ട കേട്ടോ. അപ്പോൾ പാല് കാച്ചിയിട്ട് നമുക്കൊന്ന് തണുപ്പിച്ചെടുക്കാം. പിന്നെ അപ്പോഴത്തേക്കും പാല് തണുക്കുമ്പോഴത്തേക്കും നമ്മുടെ പഴമെല്ലാം നിന്ന് അരിഞ്ഞെടുത്തുകൊണ്ട് വരാം. അരിഞ്ഞെടുത്തിട്ട് മിക്സിയിലിട്ടതിന് ശേഷം ആവശ്യത്തിന് പഞ്ചസാര, അത് നിങ്ങൾക്ക് എത്ര മധുരം വേണോ അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് നമ്മളുടെ പാലുണ്ടല്ലോ, അപ്പോഴത്തേക്കും നമ്മുടെ പാല് തണുത്ത് കാണും, നല്ലപോലെ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. പാലും കൂടെ ഒഴിക്കുക. പിന്നെ ഇനി ഇതിലേക്ക് ഒരു സ്പെഷ്യൽ സാധനം ഇടാനുണ്ട്. എന്താണെന്നറിയാവോ? ഇത് നമുക്കൊരു ടേസ്റ്റ് ഒന്ന് ഇരട്ടിയാക്കാൻ വേണ്ടിയിട്ട് നമുക്കതിലേക്ക് 1 സ്പൂൺ തേങ്ങ ചിരണ്ടിയത്, അതാണ് അതിൻ്റെ ഹൈലൈറ്റ്. തേങ്ങ ചിരണ്ടിയതും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് ഇനി വേണ്ടത് അതിൻ്റെ ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു 2 ഏലയ്ക്ക, അതും കൂടി ഇട്ട് കൊടുത്തിട്ടൊന്ന് നമുക്കിത് അടിച്ചെടുത്തുകൊണ്ട് വരാം. അപ്പോൾ നമ്മളുടെ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത് നമുക്ക് 2 ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. പഴം കറുത്ത് പോയതിൻ്റെ പേരിൽ കഴിക്കാത്ത കുട്ടികൾ ഇങ്ങനെ ഒന്ന് ഷേക്ക് ജ്യൂസ് അടിച്ചു കൊടുത്ത് നോക്കിക്കേ, ഗ്ലാസ് കാലിയാകുന്നതെന്ന് അറിയില്ല. ഇനി ഞാൻ ചെറുതായിട്ട് നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്തേക്കാമെന്ന് ഓർത്തു. ബൂസ്റ്റ് ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു, അതുകൊണ്ട് മാത്രമാണ്. ഇനി നിങ്ങളുടെ കയ്യിൽ ബൂസ്റ്റ് ഇല്ലെങ്കിൽ അതൊന്നും ഇടണ്ട, അല്ലെങ്കിൽ തന്നെ നമ്മളുടെ ഈ ജ്യൂസ് സൂപ്പർ ടേസ്റ്റാണ്. ഇത് ചുമ്മാ ഒന്ന് ഇട്ട് നോക്കിയതാണ് കേട്ടോ. ഇട്ടപ്പോൾ നല്ല ടേസ്റ്റാണ്. കാരണം ആ ഒരു ചോക്ലേറ്റ് ഫ്ലേവറിൻ്റെ ഇത് വരുമ്പം കുട്ടികൾക്ക് ഒന്നും കൂടി ഇഷ്ടപ്പെടും. ഇനിയും ബൂസ്റ്റ് ഇല്ലെങ്കിൽ നമ്മുടെ ചോക്ലേറ്റ് പൊടിയോ എന്തെങ്കിലും ഒന്ന് ഇട്ട് കൊടുത്താലും മതി. ഒന്നുമില്ലെങ്കിലും കുഴപ്പമില്ലെന്നേ. ഇങ്ങനെ വെറുതെ അടിച്ചു കൊടുത്താൽ കുട്ടികൾ കുടിച്ചോളും, അത്രയും ടേസ്റ്റാണ്. അപ്പം നമുക്ക് ഇത് ഞാൻ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ? കാണുമ്പോൾ തന്നെ നല്ല അടിപൊളിയല്ലേ? ആ പഴത്തിൻ്റെ കറുപ്പ് കളറും അതിൻ്റെ ആ കുരുവില്ല, ആ കുരുവിൻ്റെ ഇതും തേങ്ങയുടെ ടേസ്റ്റും ഏലക്കയുടെ ഫ്ലേവറും എല്ലാം കൂടെ വരുമ്പോൾ ആഹാ, അടിപൊളിയാണ്. അപ്പോൾ എന്തായാലും ഈ നമ്മൾ ചീത്തയാകുന്ന പഴം വെറുതെ കളയുള്ളൂ. അപ്പോൾ അതിലും നല്ലത് ആ പഴം എടുത്ത് ഇങ്ങനെ ജ്യൂസ് അടിച്ചു കൊടുത്താലോ. ഇനി നമുക്ക് വേറൊരു കാര്യം കൂടെ നോക്കിയാലോ, വേറെ രീതിയിലും കൂടെ ഇത് കഴിച്ച് നോക്കിയാലോ. അതിനായിട്ട് ജ്യൂസ് നമുക്ക് ഇതുപോലെ തന്നെ എല്ലാം അടിച്ചെടുക്കുക. അതിന് ശേഷം നമ്മൾ നേരത്തെ തേങ്ങ ഇട്ടില്ലായിരുന്നോ, അതിൻ്റെ ബാക്കി തേങ്ങ അവിടെ കുറച്ചിരിപ്പുണ്ടല്ലോ, അപ്പോൾ അതെടുത്തിട്ട് നമുക്ക് ഈ ഷേക്കിൻ്റെ, നമ്മുടെ ഈ ജ്യൂസ് ഷേക്കിൻ്റെ മുകളിലേക്ക് ഒന്ന് ഇട്ടിട്ട് കുടിച്ച് നോക്കിയേ. അപ്പോൾ വേറൊരു ടേസ്റ്റാണ് തോന്നുന്നത്. അപ്പോൾ എങ്ങനെയായാലും തൊലി കറുത്ത ചെറുപഴം ഇനി കളയണ്ട, നമുക്ക് ഇങ്ങനെ അടിച്ച് കഴിച്ച് നോക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം, കഴിച്ച് നോക്കണം. ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക്